കൊല്ലം തൊടിയൂരിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടയിൽ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേൽ മരിച്ച കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. ചർച്ചയ്ക്കെത്തിയ സംഘം സലീമിനെ ക്രൂരമായി മർദ്ദിച്ചതായി പോലീസ് എഫ്ഐആറിൽ പറയുന്നു. അതേസമയം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സലീം മണ്ണേലിൻ്റെ മൃതദേഹം വിട്ടു നൽകും. തൊടിയൂർ പഞ്ചായത്തിൽ LDF ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. തൊടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാലോലിക്കുളങ്ങര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ സലീം മണ്ണേലിന് ഇന്നലെ വൈകിട്ടാണ് മർദ്ദനമേറ്റത്. വൈകിട്ട് 5 മണിയോടെ കരുനാഗപ്പള്ളി സ്വദേശിയായ യുവാവും ചവറ സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള മധ്യസ്ഥ ചർച്ച പാലോലിക്കുളങ്ങര മഹല്ല് കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നതിനിടയിലായിരുന്നു സലീം മണ്ണേലിന് മർദ്ദനമേറ്റത്. തുടർന്ന് ആശുപത്രിയിലെത്തിക്കും വഴി മരണം സംഭവിക്കുകയായിരുന്നു. യുവതിയുടെ ബന്ധുക്കൾ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ ജമാഅത്ത് സെക്രട്ടറിയും പറയുന്നു. സംഭവം ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് പെണ്ണിൻ്റെ കൂട്ടരായ കുറച്ച് പേര് വന്നു. പെട്ടെന്ന് അതായത് കൊയ്വള ജമാഅത്തിൽപ്പെട്ട കുറച്ച് ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള കുറച്ച് പേര് ജമാഅത്ത് ഓഫീസിൽ വന്ന് അവർ പെട്ടെന്നൊരു പ്രകോപിതരാവുകയായിരുന്നു ചെയ്തത്. അതായത് എന്തോ ജമാഅത്ത് ഭാരവാഹികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണമായിട്ട് അവർ വരികയായിരുന്നു. ഔട്ട്സൈഡേഴ്സ് എന്തോ പെണ്ണിൻ്റെ കൂട്ടർ കുറേ പേരെ വിളിച്ചുകൊണ്ടുവന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കത്തക്ക രീതിയിൽ തന്നെ വരുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ കാണാൻ കഴിയുള്ളൂ. 15 പേരെ പ്രതി ചേർത്ത് കേസെടുത്ത പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഹൃദ്രോഗിയായ സലീം ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ്. മൃതദേഹം പഞ്ചായത്ത് ഓഫീസിലും പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും. CPM പഞ്ചായത്ത് അംഗമാണ് മരിച്ച സലീം മണ്ണേൽ. ജനം, കൊല്ലം.